പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, തിരുനാളുകൾ എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രക്ഷാചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ അനുസ്മരിക്കുന്ന തിരുനാളുകളാണ് നമ്മൾ ഈ പഠന പരമ്പരയിൽ ചർച്ചാ വിഷയമാക്കുന്നത്, ധ്യാനിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് പെന്തക്കുസ്ത എന്നറിയപ്പെടുന്ന തിരുനാളാണ്. ആ പേരിൽ തന്നെ പ്രശ്നമുണ്ട്. പെന്തക്കുസ്തയാണോ പന്തക്കുസ്തയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ബൈബിളിൽ നിന്നൊരു ഭാഗം വായിക്കാം. അതിനുശേഷം ഈ തിരുനാളിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ് ഞാൻ വായിക്കുന്നത്. പന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തിൽ നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറൂസലമിലുണ്ടായിരുന്നു. ആരവമുണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലിയരല്ലേ? നാം എല്ലാവരും താങ്കളുടെ മാതൃഭാഷയെ ശ്രവിക്കുന്നത് എങ്ങനെ? പാർത്തിയാക്കാരും മേദിയാക്കാരും ഏലാമിയാക്കാരും മെസൊപ്പൊട്ടേമിയൻ നിവാസികളും യൂദയായാലും കപ്പദോക്കിയായാലും പോന്തസിലും ഏഷ്യായിലും താമസിക്കുന്നവരും ഫ്രീജിയായാലും പംഫീലിയായാലും ഈജിപ്തിലും കിറേനയുടെ ലീബിയ പ്രദേശങ്ങളിൽ നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരുമായ നാമെല്ലാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നല്ലോ. ഇതിൻ്റെ എല്ലാം അർത്ഥമെന്ത് എന്ന് അവർ പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു, പുതുവീഞ്ഞു കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. ദൈവ വചനമാണ് നാം കേട്ടത്. പുതുവീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചവരാണ് പല ഭാഷകളിൽ പുലമ്പുന്നത് എന്ന് ചിലർ പറഞ്ഞു. പക്ഷേ അവർക്ക് നിഷേധിക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമുണ്ടായിരുന്നു. അപ്പോസ്തലന്മാർ പറഞ്ഞതെല്ലാം താങ്കളുടേതായ ഭാഷയിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആദ്യത്തെ പെന്തക്കുസ്തായുടെ വിശദീകരണമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഗ്രന്ഥകാരനായ ലൂക്ക നൽകുന്നത് 2-ാമത്തെ അധ്യായത്തിൽ. എന്താണ് ഈ പെന്തക്കുസ്ത എന്ന് പറഞ്ഞ അർത്ഥം? എങ്ങനെയാണ് ഈ തിരുനാൾ ആഘോഷിച്ചിരുന്നത്? ഇതും യഹൂദരുടെ തിരുനാളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ ആദ്യമേ ഉത്തരം കണ്ടെത്തണം. പന്തക്കുസ്ത എന്ന് മലയാളത്തിൽ പറയുന്നത് പെന്തേക്കോസ്തേ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് വന്നതാണ്. പെന്തേക്കോസ് സഭകൾ എന്ന് പറയാറുണ്ട്. പെന്തേക്കോസ്തേ എന്ന് പറഞ്ഞാൽ 50th 50ാമത്തേത് എന്നാണ് അർത്ഥം. 5 പെന്തേക്കോസ്തേ 50. അപ്പോൾ 50ാം പെരുന്നാൾ അല്ലെങ്കിൽ 50ാം ദിവസം എന്നാണ് പെന്തേക്കോസ്തേ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇതിനെ ആഴ്ചകളുടെ തിരുനാൾ എന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ആഴ്ചകളുടെ തിരുനാൾ? എത്ര ആഴ്ചയാണ്? 7 ആഴ്ച. അപ്പോൾ എന്തിൻ്റെ 7 ആഴ്ച? ഇതൊരു കാർഷിക ഉത്സവമായിരുന്നു. കാർഷിക ഉത്സവം എന്ന് പറയുമ്പോൾ വിളവെടുപ്പ് അല്ലെങ്കിൽ കൊയ്ത്ത് ആരംഭിക്കുന്നത്, ആദ്യമേ പാകമാകുന്ന ധാന്യം ബാർലിയാണ്. ബാർലി കൊയ്ത്ത് ആരംഭിക്കുമ്പോഴാണ് പുളിപ്പില്ലാത്ത അപ്പങ്ങളുടെ തിരുനാളും പെസഹ തിരുനാളും കൂടി ആഘോഷിക്കുക. അപ്പോൾ ഇങ്ങനെ കൊയ്ത്ത് കഴിഞ്ഞ് ബാർലി കൊയ്ത്ത് ആരംഭിച്ച് 7 ആഴ്ച കഴിയുമ്പോഴേക്കും അവസാനം വിളഞ്ഞു പാകമാകുന്ന ഗോതമ്പിൻ്റെ കൊയ്ത്തും തീരും. അപ്പോൾ 7 ആഴ്ച അവസാനിക്കുമ്പോഴേക്കും ഗോതമ്പ് കൊയ്ത്ത് കഴിയുന്നു. അങ്ങനെ ബാർലി കൊയ്ത്തിൽ ആരംഭിച്ച് ഗോതമ്പ് കൊയ്ത്തിൽ അവസാനിക്കുന്ന ഈ 7 ആഴ്ചകളുടെ അവസാനത്തെ ദിവസമാണ് ആഴ്ചകളുടെ തിരുനാൾ എന്ന് പറയുക. അതിനാണ് പെന്തക്കോസ്ത് അല്ലെങ്കിൽ 50th എന്ന് പറയുക. 7-ാം ആഴ്ചയുടെ അവസാനം 50ാം ദിവസം. അപ്പോൾ 50ാം ദിവസം ഈ കൊയ്ത്ത് തീരുന്നതിൻ്റെ ഒരു നന്ദി പ്രകടനമായിരുന്നു. ഇങ്ങനെയാണ് തിരുനാളിൻ്റെ ആരംഭം. ഇത് കാനാൻകാരുടെ ഇടയിൽ നിന്ന് കടന്നു വന്നതുമാണ്. പക്ഷേ രക്ഷാചരിത്രവുമായി ഇതിനെ ബന്ധിപ്പിച്ചപ്പോൾ ഇത് കൊയ്ത്തുമായി ബന്ധപ്പെടുത്തുക മാത്രമല്ല, ദൈവം നൽകുന്ന രക്ഷയുമായി ഇതിന് ബന്ധമുണ്ട് എന്നവർ മനസ്സിലാക്കി. പെസഹ തിരുനാളിൻ്റെ അന്ന് അവർ അനുസ്മരിച്ചിരുന്നത് ഈജിപ്തിൽ നിന്നുള്ള കടന്നുപോക്കലാണ്, ദൈവം നൽകിയ വിമോചനത്തിൻ്റെ. ആ കടന്നു പോകുന്നവർ നേരെ വാഗ്ദത്തഭൂമിയിലേക്ക് പോവുകയല്ല ചെയ്തത്. അവർ കുറേയേറെക്കാലം സീനായ് മലയുടെ താഴ്വരയിൽ പാളയമടിച്ചു കഴിഞ്ഞു. അങ്ങനെ സീനായ് മലയിൽ വെച്ച് ദൈവം അവരുമായി ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയുടെ അനുസ്മരണമാണ് പെന്തക്കോസ്ത് എന്ന് പറഞ്ഞ ദിവസം ആഘോഷിച്ചിരുന്നത്. അപ്പോൾ ഇത് തീർത്ഥാടന തിരുനാളായി. പെസഹ തിരുനാൾ ആഘോഷിക്കാനായിട്ട് റോമാ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ജീവിച്ചിരുന്ന യഹൂദർ ജെറൂസലമിലേക്ക് വരും. അവിടെ വരുന്നവർ സാധാരണഗതിയിൽ പെന്തക്കുസ്ത തിരുനാളും കഴിഞ്ഞേ പോകാറുള്ളൂ. അപ്പോൾ 7 ആഴ്ച ജെറൂസലമിൽ താമസിക്കുന്നു, ആഘോഷിക്കുന്നു. പെസഹായിൽ തുടങ്ങി പെന്തക്കോസ്തയിൽ അവസാനിക്കുന്ന ആ ഒരു തിരുനാൾ ആഘോഷം 50 ദിവസം. ഇങ്ങനെ ഒരുപാട് ജനങ്ങൾ, ഇസ്രായേൽക്കാർ ജെറൂസലമിൽ തങ്ങി നിന്ന സാഹചര്യത്തിലാണ് ഈ വായിച്ചു കേട്ട സംഭവം നടക്കുക. അപ്പോൾ ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം സീനായി ഉടമ്പടിയുടെ ഒരു അനുസ്മരണമായിരുന്നു പെന്തക്കോസ്ത. അതേസമയം
ഇപ്പോൾ വായിച്ചു കേട്ട സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവരെ സംബന്ധിച്ചോളം പെന്തക്കോസ്ത അല്ലെങ്കിൽ പന്തക്കുസ്ത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെ അനുസ്മരിക്കുന്ന ദിവസമാണ്. ഇത് യേശുവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് 10-ാം ദിവസം. യേശുവിൻ്റെ ഉത്ഥാനത്തിന് 40-ാം ദിവസമാണ് യേശു സ്വർഗാരോഹണം ചെയ്യുക. സ്വർഗാരോഹണം കഴിഞ്ഞ് 10-ാം ദിവസമാണ് പെന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുക. അപ്പോൾ പെസഹ കഴിഞ്ഞ് 7 ആഴ്ച കഴിയുമ്പോൾ, നമ്മൾ വിഭൂതി കഴിഞ്ഞ് 7-ാമത്തെ ആഴ്ചയിൽ നമ്മൾ പെസഹ ആഘോഷിക്കുന്നു. പെസഹ കഴിഞ്ഞ് 7-ാമത്തെ ആഴ്ചയിൽ പെന്തക്കുസ്ത ആഘോഷിക്കുന്നു, 50-ാം പെരുന്നാൾ. എന്താണ് ഇവിടെ ആഘോഷിക്കുക? ആഘോഷിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിക്കേണ്ട പരിശുദ്ധാത്മാവിനെക്കുറിച്ച്. പരിശുദ്ധ ജലഹായുടെ അവസരത്തിൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് പറഞ്ഞു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി പ്രത്യക്ഷപ്പെടുന്ന ദൈവം. അതേസമയം പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ ബൈബിളിൽ ഉടനീളം കാണാം. കൃത്യമായി വ്യക്തമായിട്ടില്ലെങ്കിലും ആരംഭത്തിൽ തന്നെ ചില സൂചനകളുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ കാണും, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. അതിനുശേഷം പറയുന്നതാണ്, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം എന്ന് വിശേഷിപ്പിക്കുന്ന ഹീബ്രു പദം റൂവാഹ് അഥവാ സുറിയാനി റൂഹ എന്നാണ്. റൂവാഹ് അഥവാ റൂഹ എന്ന് പറഞ്ഞാൽ കാറ്റ് എന്നർത്ഥമുണ്ട്. ദ വിൻഡ്, കാറ്റ്, അല്ലെങ്കിൽ ശക്തി, ചൈതന്യം എന്നർത്ഥമുണ്ട്. അതുതന്നെ റൂഹ ആത്മാവ് എന്നും അർത്ഥമുണ്ട്. ഇപ്പോഴേ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ശക്തി ജലത്തിന് മുകളിൽ ചലിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ജലോപരി പരിവർത്തിക്കുന്ന, ചലിക്കുന്ന ഈ ചൈതന്യമാണ് അവിടെ നിന്ന് വിരിച്ചെടുക്കുക. ഭാരതത്തിൽ മനോഹരമായ ഒരു കാഴ്ചപ്പാടുണ്ട്, ബ്രഹ്മാണ്ഡം എന്ന് പറയും. വലിയ ഈ അണ്ടത്തിന് മുകളിൽ ബ്രഹ്മാവ് അടയിരുന്ന് വിരിച്ചെടുക്കുന്നതാണ് പ്രപഞ്ചം എന്നല്ല പറയുക, അടയിരിക്കുന്ന ഈ പ്രപഞ്ചമാകുന്ന ബ്രഹ്മാണ്ഡത്തിന് മുകളിൽ അടയിരിക്കുന്ന ദൈവിക ശക്തിയെക്കുറിച്ച് അതാണ് ഇവിടെ പറയുക. ഈ വിരിയാൻ പോകുന്ന ഈ അണ്ടത്തിന് മുകളിൽ അടയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയാം. കോഴി മുട്ടയുടെ മുകളിൽ അടയിരുന്ന് വിരിഞ്ഞെടുക്കുന്ന ഒരു കുഞ്ഞാണ്. മുട്ടയും കുഞ്ഞും തമ്മിൽ എത്രയോ വ്യത്യാസം. ഇപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം വാസ്തവത്തിൽ ഈ പ്രപഞ്ചമാകാൻ പോകുന്ന ശൂന്യതയുടെ മുകളിൽ പരിവർത്തിക്കുന്ന ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഈ ആത്മാവിൻ്റെ പ്രവർത്തനമാണ് അവസാനം വരെ നടക്കുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെ ചൈതന്യം ഇവിടെ പ്രവർത്തിക്കുന്നു, ആ ചൈതന്യം സൃഷ്ടിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് സൃഷ്ടിക്കുന്നതാണ്, സൃഷ്ടിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു. ഈ ചൈതന്യം വ്യക്തികളിൽ പ്രവർത്തിക്കുന്നു, ഓരോ വ്യക്തികളിലും. പഴയ നിയമത്തിൽ വീണ്ടും വീണ്ടും നമ്മൾ കാണും ദൈവത്തിൻ്റെ ചൈതന്യത്താൽ നിറഞ്ഞ വ്യക്തികൾ. ജോസഫിനെ കുറിച്ച് പ്രത്യേകം പറയുന്നു. ജോസഫ് ഫറവോയുടെ സ്വപ്നം വിശദീകരിച്ചു കഴിഞ്ഞതിന് ശേഷം പറയും, ദൈവത്തിൻ്റെ വിവേകവും ബുദ്ധിയുമുള്ള ഒരു വ്യക്തിയെ ഫറവോ നിശ്ചയിക്കണം എന്ന് പറയുമ്പോൾ ഫറവോ പറയുന്നൊരു കാര്യമുണ്ട്, വിവേകമുള്ള ഒരു വ്യക്തിയെ ഈജിപ്തിൽ അധിപതിയായി നിശ്ചയിക്കണമെന്ന് നൽകിയ ഉപദേശത്തിന് ജോസഫിന് കൊടുക്കുന്ന മറുപടി ഇപ്രകാരമാണ്. ഫറവോ 41-ാമത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകം 41-ാമത്തെ അധ്യായം 37-39 വാക്യങ്ങൾ. ഈ നിർദ്ദേശം കൊള്ളാമെന്ന് ഫറവോയ്ക്കും അവൻ്റെ സേവകന്മാർക്കും തോന്നി. ഫറവോ സേവകന്മാരോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെപ്പോലെ മറ്റൊരു മനുഷ്യനെ കാണാൻ നമുക്ക് സാധിക്കുമോ? ഫറവോ ജോസഫിനോട് പറഞ്ഞു, ദൈവം ഇക്കാര്യമെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് നിന്നെപ്പോലെ വിവേകിയും ബുദ്ധിമാനുമായ ഒരാൾ വേറെയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമുണ്ടാകുന്നത് ബുദ്ധി, വിവേകം, കഴിവ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. ജോസഫിൽ മാത്രമല്ല, അനേകം വ്യക്തികളിൽ. സാംസണെക്കുറിച്ച് പറയും, സാംസണിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. ആരംഭം മുതലേ ദൈവത്തിൻ്റെ ആത്മാവാണ് പ്രവർത്തിക്കുക. ആത്മാവ് കടന്നു വരുമ്പോൾ ശക്തിയുണ്ടാകുന്നു. അവന് സിംഹത്തെ ആട്ടിൻകുട്ടിയെപ്പോലെ വലിച്ചു കീറിയെന്നൊക്കെ പറയും. ആയിരങ്ങളെ ഒരു കഴുതയുടെ താടിയെല്ല് കൊണ്ട് കൊല്ലാനുള്ള ശക്തി അവന് കൊടുക്കുന്നു. വലിയ കോട്ടയുടെ വാതിൽ പിഴുതെടുത്തുകൊണ്ട് പോകാനുള്ള ശക്തി, ഒരു വലിയ കെട്ടിടത്തെ താങ്ങി നിർത്തിയിരുന്ന തൂണുകൾ പിടിച്ചു മറിച്ച് താഴെയിടാനുള്ള ശക്തി, അതികായനായ ശക്തമായ ഒരു ശക്തിയായി പ്രവർത്തിക്കുന്നു സാംസണിൽ. പക്ഷേ ഈ സാംസണിൽ പ്രവർത്തിച്ച ആത്മാവിൻ്റെ ശക്തി മനസ്സിലാക്കാതെ ആത്മാവിൻ്റെ ശക്തി സ്വന്തമാണെന്ന് കരുതിയ സാംസന് വഴിതെറ്റി. തൻ്റെ മുറിക്കാതെ തൂങ്ങിക്കിടക്കുന്ന മുടി, ആ മുടി വ്രതത്തിൻ്റെ അടയാളമാണ്, ആ മുടി സൂക്ഷിക്കുന്നിടത്തോളം കാലം തനിക്ക് ശക്തി ഉണ്ടായിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ച സാംസൺ വഴിതെറ്റി നടന്നു, അരുതാത്തത് ചെയ്തു. അവസാനം അവനെല്ലാം നഷ്ടപ്പെട്ടു. ആത്മാവ് തന്നെ വിട്ടുപോയ കാര്യം സാംസൺ മനസ്സിലാക്കിയില്ല എന്ന് പറയും. ദൈവത്തിൻ്റെ ചൈതന്യമാണ് തന്നെ നയിച്ചതെന്ന് മനസ്സിലാക്കിയില്ല, ആത്മാവ് വിട്ടുപോയത് മനസ്സിലായില്ല. അതിനുശേഷം അവസാനം ഏതു മനുഷ്യനെ പോലെ ദുർബലനായി, അവൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, അവൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടു, അവസാനം അവൻ്റെ ജീവനം നഷ്ടപ്പെട്ടു. ഇതന്നെ സംഭവിക്കുന്നു സാവൂളിൻ്റെ കാര്യത്തിലും. സാമൂവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്ത സാവൂൾ, രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട സാവൂളിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞവൻ ശക്തിയുള്ള മനുഷ്യനായി തീർന്നു. സാമൂവേലിൻ്റെ 1-ാം പുസ്തകം നമ്മൾ വായിച്ചു 13 അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ ചൈതന്യം അവനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അനുസരണക്കേടും അസൂയയും കടന്നു വന്നു. ദാവീദിനോടുള്ള അസൂയ അവനിൽ മൂത്തു. ദൈവത്തിൻ്റെ ആത്മാവ് അവനെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല.
സാമൂഹലിൻ്റെ കൽപ്പനകൾ വീണ്ടും വീണ്ടും ധിക്കരിച്ച അനുസരണക്കേട് കാണിച്ച സാവൂളിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോയത് അറിഞ്ഞില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തികൾ വരുന്നു, അവരെ ശക്തിപ്പെടുത്തുന്നു, പ്രവർത്തനമാക്കുന്നു. പക്ഷേ ആത്മാവിൻ്റെ പ്രചോദനത്തിന് വഴങ്ങാതെ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് വഴിതെറ്റുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് അവരെ വിട്ടുപോകുന്നു. ഈ ആത്മാവ് വീണ്ടും വരുമെന്നും ഓരോ വ്യക്തികളെയും പ്രചോദിപ്പിക്കും നമ്മൾ കാണുന്നുണ്ട്. പ്രവാചകന്മാരെല്ലാം പ്രചോദിപ്പിച്ചിരുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. പക്ഷേ സ്ഥിരമായി ആരിലും വസിക്കുന്നതായിട്ട് കാണുന്നില്ല. യേശയ്യായുടെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള പ്രവചനത്തിൽ ഒരു പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവനായിരിക്കും അവൻ. യേശയ്യായുടെ പുസ്തകം 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ മിശിഹായെ സംബന്ധിച്ച പ്രവചനമാണ്. ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നവനായിരിക്കും. അവന് ജ്ഞാനമുണ്ടാകും, ദൈവത്തെ അറിയും, സഹോദരങ്ങളെ അറിയും ദൈവത്തിൻ്റെ കണ്ണിലൂടെ. അവന് വിവേകമുണ്ടാകും, നല്ലതേത് മോശമെന്ന് തിരഞ്ഞെടുക്കാൻ വിവേചനം ഉണ്ടാകും. അവൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എപ്രകാരം എന്തായിരിക്കുമെന്ന് അവൻ്റെ ആത്മാവിന് ഉപദേശം നൽകും. ഏൽപ്പിക്കാൻ ദൗത്യം പൂർത്തിയാക്കാനുള്ള ആത്മാവിൻ്റെ ശക്തി ഉണ്ടാകും. അവൻ ദൈവത്തെ അറിയും, സഹോദരങ്ങളെ അറിയും, ദൈവത്തിൻ്റെ വഴികളറിയും. ആ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കും. ദൈവഭക്തിയുള്ളവനായിരിക്കും, ദൈവമായിരിക്കും അവൻ്റെ ശ്രദ്ധയുടെ കേന്ദ്രം. ദൈവഭക്തിയിൽ അവൻ ആനന്ദം കൊള്ളും. ഇങ്ങനെ ദൈവാത്മാവിനെക്കുറിച്ചുള്ള ഒരു പ്രവചനം, ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രവചനം നമ്മുടെ യേശയ്യായിൽ കാണും. ഈ ആത്മാവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ജനങ്ങൾ. ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കാണും, അന്ന് ഇപ്രകാരം സംഭവിക്കും, എല്ലാ ശരീരങ്ങളുടെയും ഞാൻ ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. ഈ സ്വപ്നങ്ങളും ദർശനങ്ങളും ഒക്കെ യാഥാർത്ഥ്യമാകാനുള്ള കഴിവ് നൽകും. ദൈവത്തിൻ്റെ ആത്മാവ് വരും. നമുക്കറിയാം, മോശ വലിയൊരു നേതാവായിരുന്നു. മോശയ്ക്ക് ഒരുപാട് പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു. അവസാനം മോശ തന്നെ മടുത്തു, ഇതെല്ലാം കൂടി എല്ലാവരെയും കൂടി നയിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ജനങ്ങൾ മോശയ്ക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്തു, പരാതി പറഞ്ഞു. ദൈവത്തിൻ്റെ അടുക്ക് മോശ പരാതി പറഞ്ഞു. അവസാനം മോശയോട് ദൈവം പറഞ്ഞു, വേണ്ട, നീ തന്നെ എല്ലാം ചെയ്യേണ്ട കാര്യമില്ല, ആൾക്കാരെ തിരഞ്ഞെടുക്കുക. 70 പേരെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു. സംഖ്യാപുസ്തകം 11-ാമത്തെ അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംഖ്യാപുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 70 പേരെ തിരഞ്ഞെടുത്തു. അവരുടെ മേൽ ദൈവം മോശയുടെ ആത്മാവിനെ വർഷിക്കുന്ന ഒരു ചടങ്ങ് നടക്കുന്നു പാളയത്തിനുള്ളിൽ. അങ്ങനെ 70 പേർ മോശയുടെ പ്രവർത്തിക്കുന്ന ദൈവചൈതന്യം സ്വീകരിക്കുന്ന സമയത്ത് അതിൽ പെടാതെ 2 പേര് പുറത്തിരുന്ന് പ്രവചിക്കുന്നതായി കിട്ടും, എൽദാദും മെദാദും. ജോഷുവ ഓടി വന്നു, ഇതാ ഈ 70 പേരിൽ പെടാതെ 2 പേര് പ്രവചിക്കുന്നു, അവരെ മുടക്കണം. മോശ പറഞ്ഞു, നീ എന്താ അസൂയപ്പെടുന്നത്? അസൂയപ്പെടേണ്ട കാര്യമല്ല. ഈ ദൈവത്തിൻ്റെ മക്കളെല്ലാവരും പ്രവാചകന്മാരായിരുന്നെങ്കിൽ, എല്ലാവരും ദൈവത്തിൻ്റെ ചൈതന്യത്താൽ നിറഞ്ഞിരുന്നെങ്കിൽ, എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ ചൈതന്യത്താൽ നിറയണം എന്ന ആഗ്രഹവും പ്രതീക്ഷയും മോശ പ്രകടിപ്പിച്ചു. അത് ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ തുടർന്നു പറയും, എല്ലാ മനുഷ്യരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. ഇങ്ങനെ ആത്മാവിനെ വർഷിക്കും എന്ന പ്രവചനമാണ് പെന്തക്കോസ്താ ദിവസം പൂർത്തിയാകുന്നത്. നമ്മൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക. യേശുവിൻ്റെ ജനനം തന്നെ നമുക്കറിയാം പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധ കന്യകാമറിയം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. കന്യകയായ ഞാൻ എങ്ങനെയാണ് ഒരു പുത്രനെ പ്രസവിക്കുക? അതിന് ദൂതൻ കൊടുക്കുന്ന മറുപടി ഇതാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അതിനാൽ നിന്നിൽ ജനിക്കുന്ന പരിശുദ്ധൻ ദൈവത്തിൻ്റെ പുത്രനെന്ന് അറിയപ്പെടും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ആവസിക്കും. പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തിൽ ഈ പ്രപഞ്ച ചൈതന്യത്തിന് മുകളിൽ ചൈതന്യമായി പരിവർത്തിച്ച ദൈവത്തിൻ്റെ ചൈതന്യം ആത്മാവ് മറിയത്തിൻ്റെ മേൽ ആവസിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിലൂടെ ജനിക്കുന്ന ശിശു ദൈവത്തിൻ്റെ പുത്രനായിരിക്കും. അപ്പോൾ യേശുവിൻ്റെ ജനനം തന്നെ പരിശുദ്ധാത്മാവിലൂടെയാണ്. ശാരീരികമായ മാനുഷികമായൊരു ബന്ധത്തിലൂടെയല്ല യേശു ജനിച്ചത് എന്ന് സുവിശേഷങ്ങൾ രണ്ടും പ്രത്യേകം പറയുന്നത്, മത്തായിയും ലൂക്കായും. അപ്പോൾ യേശുവിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ്. യേശുവിൻ്റെ ജനനത്തിൽ, യേശുവിൻ്റെ മാമോദീസയുടെ അവസരത്തിൽ നമ്മൾ കണ്ടതാണ്, ദനഹായിൽ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ എഴുന്നള്ളി വന്നു. അതൊരു അഭിഷേകമായിരുന്നു. യേശുവിനെ പരസ്യജീവിതത്തിന് വേണ്ടി ഒരുക്കുന്നതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവിൻ രൂപത്തിൽ അവൻ്റെ മേൽ എഴുന്നള്ളി വന്നു. ദൈവത്തിൻ്റെ ശബ്ദമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രനാകുന്നു, നിന്നെ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കാൻ പരിശുദ്ധാത്മാവാണ് അവനെ നയിക്കുക, ശക്തിപ്പെടുത്തുക. ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 16 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ യേശു നസ്രത്തിൽ പോയി ആദ്യമേ നടത്തുന്ന പ്രസംഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പറയുന്ന ഇപ്രകാരമാണ്, യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിന് തൊട്ടു പിന്നാലെ അവന് മരുഭൂമിയിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് ശക്തിയോടുകൂടിയാണ് അവൻ തിരിച്ചു വരുന്നത്. അപ്പോൾ മാമോദീസായിൽ സ്വീകരിച്ച ദൗത്യം മരുഭൂമിയിലെ പ്രലോഭനങ്ങളിലൂടെ ശക്തിപ്പെടുത്തി ദൈവത്തോടുള്ള തൻ്റെ പ്രതിബദ്ധത, വിധേയത്വം, അനുസരണം ഏറ്റുപറഞ്ഞുകൊണ്ട് സാത്താനെ പരാജയപ്പെടുത്തിയ യേശു പരിശുദ്ധാത്മാവിന് ശക്തിയാൽ നിറഞ്ഞവനായി അവിടെ നസ്രത്തിൽ യേശു പ്രസംഗിക്കാനായിട്ട് എണീറ്റ് നിൽക്കുമ്പോൾ കൊടുക്കുന്നത് യേശയ്യായുടെ പുസ്തകമാണ്. അത് തുറന്നപ്പോൾ ഇപ്രകാരം കണ്ടു, കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, അവിടുന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇതാണ് ആത്മാവ്. ആത്മാവാണ് യേശുവിനെ അഭിഷേകം ചെയ്യുന്നത്. യേശുവിനെ അഭിഷേകം ചെയ്ത് യോഹന്നാനല്ല. യോഹന്നാൻ യേശുവിനെ മാമോദീസ മുക്കിയെങ്കിലും അതൊരു അഭിഷേകമായിരുന്നില്ല. യഥാർത്ഥ അഭിഷേകം നടക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ്.
പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി ആവസിച്ച പരിശുദ്ധാത്മാവാണ് യേശുവിനെ അഭിഷേകം ചെയ്തത്. ആ ഒരു അഭിഷേകത്തെക്കുറിച്ചാണ് യേശയ്യാ പ്രവാചകൻ 61-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു വെച്ചത്. കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്താണ് ലക്ഷ്യം? ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ, ബന്ധിതർക്ക് മോചനം പ്രഖ്യാപിക്കാൻ, അന്ധർക്ക് കാഴ്ച നൽകാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ, കർത്താവിന് സ്വീകാര്യമായ വത്സരം ഉദ്ഘാടനം ചെയ്യാൻ, ജൂബിലി വർഷം പ്രഖ്യാപിക്കാൻ വേണ്ടി അയച്ചിരിക്കുകയാണ്. സകല ബന്ധിതർക്കും മോചനം നൽകുന്ന ജൂബിലി വർഷം. അപ്പോൾ ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. പരിശുദ്ധാത്മാവ് യേശുവിൽ ആവസിക്കുന്നു, യേശുവിനെ നയിക്കുന്നു. അങ്ങോട്ടുള്ള യേശുവിൻ്റെ പ്രവർത്തികളെല്ലാം പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത്. തുടർന്ന് കാണും യേശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിട്ടാണ് ഉദ്ഘോഷിക്കുക. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവെ ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നതെന്നാൽ അവിടുത്തെ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും ജ്ഞാനികളിൽ നിന്നും മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. ഇപ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തികൾ യാഥാർത്ഥ്യമാകുന്നത് കണ്ട് സന്തോഷത്തോടുകൂടി യേശു ദൈവത്തെ സ്തുതിക്കുന്നതും പരിശുദ്ധാത്മാവിലാണ്. യേശുവിനെ നയിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. അവസാനം പിതാവെ അവിടുത്തെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു തൻ്റെ ജീവിതം സമാപിക്കുക. ഇപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ യേശുവിനെ നയിച്ചത് ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനെ യേശു വാഗ്ദാനം ചെയ്തിരുന്നു. ചോദിക്കുന്നവർക്കെല്ലാം അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും, ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും. ദുഷ്ടരായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് എത്രയോ അധികമായി നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ലൂക്കായുടെ വേർഷനാണ്. ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകും. പക്ഷേ യേശുവിൻ്റെ മരണത്തിന് ശേഷമേ ഈ പരിശുദ്ധാത്മാവിന് നൽകപ്പെടുകയുള്ളൂ എന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ കാണും. യോഹന്നാൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 37-39 വാക്യങ്ങൾ. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവരിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു, എന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ യേശുവിൻ്റെ മഹത്വീകരണത്തിൽ മാത്രമേ എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുകയുള്ളൂ. ജോയൽ പ്രവാചകൻ കണ്ടത് എല്ലാ മനുഷ്യരുടെ മേലും ആത്മാവിൻ വർഷിക്കുമെന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാകുന്നത് യേശുവിൻ്റെ മരണത്തോടു കൂടിയാണ്. യോഹന്നാൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് യേശുവിൻ്റെ മരണവേളയിൽ തന്നെയാണ് പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നത്. യേശു കുരിശിൽ മരിച്ചു എന്ന് കണ്ട ശതാധിപൻ ഉറപ്പാക്കാൻ വേണ്ടി കുന്തം കൊണ്ട് യേശുവിൻ്റെ പാർശ്വത്തിൽ കുത്തി എന്ന് പറയും. അവിടെ നിന്ന് ഉടനെ രക്തവും ജലവും പുറപ്പെട്ടു. അത് കണ്ടവൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന സാക്ഷ്യ സത്യമാണെന്ന് അവൻ അറിയുന്നു. എന്താണ് ഈ രക്തവും ജലവും പുറപ്പെട്ടതിൻ്റെ ഉദ്ദേശ്യം? എന്തർത്ഥമാണുള്ളത്? എൻ്റെ വിശ്വസിക്കുന്നതിൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. യേശുവിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകാൻ പോകുന്ന ഈ ജീവജലത്തിൻ്റെ അരുവികൾ ഇപ്പോൾ ഒഴുകുന്നത് യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ്. യേശുവിൻ്റെ ഹൃദയത്തിൽ നിർഗളിക്കുന്ന ഈ ജീവജലം പരിശുദ്ധാത്മാവ് തന്നെയാണ്. അപ്പോൾ ആത്മാവ് നൽകപ്പെടുന്നത് മഹത്വീകരിക്കപ്പെട്ടതിലൂടെയാണ്. യോഹന്നാൻ സുവിശേഷം അനുസരിച്ചാണ് നമ്മൾ കാണും വീണ്ടും ശിഷ്യന്മാർക്ക് ആത്മാവ് നൽകുന്നതായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ശക്തമായ പ്രത്യക്ഷീകരണമാണ്, ദാനമാണ് നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ കാണുന്നത്. അപ്പസ്തോല പ്രവർത്തനം 2-ാമത്തെ അധ്യായത്തിൽ യേശു നൽകിയ വാഗ്ദാനം. യേശു പറഞ്ഞിരുന്നു, നിങ്ങൾ ജെറൂസലം വിട്ടു പോകരുത്. ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ യേശു നൽകുന്ന വാഗ്ദാനമുണ്ട്. ലൂക്കായുടെ സുവിശേഷം ഇപ്രകാരമാണ് പറയുന്നത്. അധ്യായം 24, 48, 49 വാക്യങ്ങൾ. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ അന്ത്യത്താഴ് വേളയിൽ യേശു അനേകം തവണ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവ് നൽകുന്നതിനെക്കുറിച്ച്. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിലും 16-ാമത്തെ അധ്യായത്തിലും പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. 14-ാം അധ്യായം 15-16 വാക്യങ്ങൾ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നൽകുകയും ചെയ്യും. എന്നേക്കും കൂടെ ആയിരിക്കാൻ. അതുപോലെ തന്നെ 14-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പ്രകാരം കാണും, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. കൂടെ വസിക്കും, പഠിപ്പിക്കും, അനുസ്മരിപ്പിക്കും. 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വീണ്ടും കാണും 7-8 വാക്യങ്ങളിൽ ആത്മാവ് വന്ന് ബോധ്യങ്ങൾ നൽകും. പാപത്തെക്കുറിച്ച്, ശിക്ഷാവിധിയെക്കുറിച്ചെല്ലാം ബോധ്യങ്ങൾ. അപ്പോൾ പരിശുദ്ധാത്മാവ് യേശു നൽകിയ ആത്മാവാണ്, യേശുവിൻ്റെ ആത്മാവാണ്, യേശു പ്രവർത്തിച്ച ദൈവത്തിൻ്റെ ആത്മാവാണ്. ആ ആത്മാവിനെയാണ് പെന്തക്കോസ്താ ദിവസം സഭയ്ക്ക് നൽകുക. ഇപ്പോൾ യേശുവിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആത്മാവ് നൽകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങളും പൗലോസിൻ്റെ ലേഖനങ്ങളും വായിച്ചാൽ 2 കാര്യങ്ങൾ വ്യക്തമാകും. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ അധികമായിട്ടും കാണുന്നത് വിശുദ്ധീകരിക്കുന്ന ആത്മാവിനെക്കുറിച്ചാണ്. നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുന്ന, ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാൻ ആവശ്യമായ വരങ്ങളും ദാനങ്ങളും നൽകുന്ന പരിശുദ്ധാത്മാവ്.
ആ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറയുക. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 22-21 വാക്യങ്ങളിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുക. ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിന് സഹായിക്കുന്നതാണ് ഇതെല്ലാം. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മൾ പ്രവർത്തിക്കുക, നമ്മളെ ദൈവമക്കളാക്കി മാറ്റുന്നത്. ദൈവത്തെ അബ്ബാ, പിതാവേ എന്ന് വിളിക്കാനായിട്ട് നമ്മെ ശക്തരാക്കുന്ന പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനാണ് പരിശുദ്ധാത്മാവ്. നമ്മളാരും സ്വീകരിച്ചിരിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവാണ്. ഇപ്പോൾ യേശുവിനെ ഉയർപ്പിച്ച, യേശുവിനെ അഭിഷേകം ചെയ്ത, മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മിൽ വസിക്കുന്നു, നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുന്നു, രൂപാന്തരപ്പെടുത്തുന്നു. ഇങ്ങനെ രൂപാന്തരപ്പെട്ട വ്യക്തികൾ ചെയ്യേണ്ടത് യേശുവിന് സാക്ഷികളാവുകയാണ്. ഇപ്പോൾ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ കാണുന്ന പൊതുവേ യഥാർത്ഥ ദൈവമക്കളായി ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആത്മാവിനെക്കുറിച്ചാണെങ്കിൽ, ദൈവമക്കളാക്കുന്ന ആത്മാവിനെക്കുറിച്ചാണെങ്കിൽ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പ്രത്യേകമായിട്ടും കാണുന്നത് ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിന് സാക്ഷികളാകാൻ നമ്മളെ സഹായിക്കുന്ന ആത്മാവിനെക്കുറിച്ചാണ്. ആത്മാവിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ മുഴുവനായിട്ടും കാണുക. അപ്പസ്തോല പ്രവർത്തനം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ്. സുവിശേഷങ്ങൾ യേശുവിൻ്റെ പ്രവർത്തനങ്ങളാണ് ചിത്രീകരിക്കുന്നതെങ്കിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ് ചിത്രീകരിക്കുന്നത് കാണും. പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷം എന്ന് പോലും അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ഏറ്റവും മകുടമായ ഉദാഹരണമാണ് പൗലോസ്. യേശുവിനെ ദൈവദ്രോഹിയായി, ദൈവദൂഷകനായി, മതനിന്ദകനായി കണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാരെ ഉന്മൂലനം ചെയ്യാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയ പൗലോസ് ദമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ പട്ടണത്തിൻ്റെ വാതിൽക്കൽ വെച്ച് ബോധമറ്റ്, ഒരുപക്ഷെ കാഴ്ചയേറ്റ് നിലം പതിച്ചു. യേശു അവൻ പ്രത്യക്ഷപ്പെട്ടു. നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ എന്ന് പറഞ്ഞു. ആ ക്രിസ്തു എന്താണ് അവനോട് ആവശ്യപ്പെടുന്നത്? എണീക്കുക, നിന്നോട് പറയപ്പെടും എന്താണ് ചെയ്യേണ്ടതെന്ന്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക്, ലോകത്തിന് എതിർത്ത് വരെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പൗലോസിനെ യേശു തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ആ പൗലോസിൽ പ്രവർത്തിക്കുന്നത് പിന്നീട് പരിശുദ്ധാത്മാവാണ്. എന്തു ചെയ്യണം, എന്തു പറയണം, എങ്ങോട്ട് പോകണം, എല്ലാം ആത്മാവാണ് നിശ്ചയിക്കുക. ആത്മാവ് നയിക്കുന്ന വഴിയിലൂടെയാണ് അവൻ പോകുന്നത്. പൗലോസിന് സ്വന്തം ബലഹീനതയെക്കുറിച്ചേ പറയാനുള്ളൂ. പക്ഷേ എൻ്റെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ബലഹീനതയിൽ ഞാൻ സന്തോഷിക്കും. ഇപ്പോൾ ദൈവത്തിൻ്റെ ഉപകരണമായി മാറി പൗലോസ് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പലുകൾ പോലെ എന്തോ താഴെ വീണെന്ന് പറയുക. അവന് കാഴ്ച കിട്ടി. പരിശുദ്ധാത്മാവാണ് മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് തിമിരമെടുത്തു മാറ്റുക. വ്യർത്ഥതയുടെ, വ്യർത്ഥാഭിമാനത്തിൻ്റെ, ദുരഭിമാനത്തിൻ്റെ, ആസക്തികളുടെയൊക്കെ തിമിരം എടുത്തു മാറ്റുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. കണ്ണിലെഴുതാൻ അഞ്ജനം വാങ്ങുക. വെളിപാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ലാവോദിക്കയിലെ സഭയോട് പറയുന്നുണ്ട്, നീ അന്ധനും നഗ്നനും ദരിദ്രനുമാണെന്ന് അറിയുന്നില്ല. കണ്ണിനുള്ള മരുന്ന് വിറ്റുകൊണ്ടിരുന്ന ലാവോദിക്കയോടാണ് പറയുക, കാഴ്ച ലഭിക്കാൻ അഞ്ജനം വാങ്ങുക. ദൈവത്തിൻ്റെ ആത്മാവാണ് നമുക്ക് കാഴ്ച തരേണ്ടത്. ദൈവാത്മാവ് നമ്മുടെ കണ്ണിലെ അന്ധകാരം മാറ്റിക്കഴിയുമ്പോൾ ഈ അന്ധത മാറി കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ മുഖം കാണാൻ, അങ്ങയെ കാണാൻ, സഹോദരങ്ങളെ കാണാൻ, എൻ്റെ സഹോദരങ്ങളുടെ മുഖത്ത് അങ്ങയുടെ മുഖം കാണാൻ എനിക്ക് കാഴ്ച നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? ചോദിക്കുന്നവർക്ക് ലഭിക്കും. ആത്മാവിന് പ്രവർത്തിക്കുമ്പോൾ ഞാനൊരു പുതിയ മനുഷ്യനായി മാറും. രക്ഷയെ സംബന്ധിച്ച് നമ്മൾ രക്ഷ ആരും നേടിയെടുക്കുന്നില്ല. എന്നിൽ പ്രവർത്തിക്കുന്ന ആത്മാവാണ് എന്നെ ശക്തിപ്പെടുത്തുക. അതിനുവേണ്ടിയിട്ടാണ് യേശു ആത്മാവിനെ നൽകിയത്. ഈ ആത്മാവിനെ ലഭിക്കുന്നതിൻ്റെ കൂദാശയായിട്ട് ഒരു ബന്ധക്കുസ്താദിസം അവതരിപ്പിക്കുന്നുണ്ട്. സ്ഥൈര്യലേപനം എന്ന് പറയും. മാമോദിസായും സ്ഥൈര്യലേപനവും പരിശുദ്ധാത്മാവിനെ നൽകി യേശുവിൻ്റെ സാക്ഷികളാവാനായിട്ട് സഹായിക്കുന്ന പ്രത്യേകമായൊരു അടയാളമാണ്, കൂദാശയാണ് സ്ഥൈര്യലേപനം. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന ഏവർക്കും ദൈവം സൗജന്യമായി, അളന്നല്ല ആത്മാവ് നൽകുന്നു, സൗജന്യമായി നൽകുന്ന ആ പരിശുദ്ധാത്മാവ് ഇന്ന് സഭയിൽ പ്രവർത്തിക്കുന്നു. ആത്മാവ് അവന് ഇഷ്ടമുള്ളത് കൊടുക്കുന്നു. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്ത് വീശുന്നു. അതിൻ്റെ പ്രവർത്തനം നമ്മൾ കാണുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഒരുപാട് അക്രമത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനെല്ലാം അടിത്തട്ടിലും മനുഷ്യനെ വീണ്ടും ഒന്നിപ്പിക്കുന്ന ഒരുപാട് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും ചൈതന്യം പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ മതങ്ങളിലും എല്ലാ മനുഷ്യരിലും അടിസ്ഥാനപരമായിട്ട് ദൈവാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. ആ ദൈവാത്മാവാണ് നമ്മളെ ഒന്നിപ്പിക്കുക, പരസ്പരം ഐക്യത്തിലേക്ക് നയിക്കുന്നത്, പരസ്പര സ്നേഹത്തിലേക്ക് ഒന്നിപ്പിക്കുന്ന ആത്മാവ് നമ്മൾ വസിക്കുന്നു. ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക, തിരിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് അയച്ചു തന്ന പെന്തക്കോസ്താ ദിവസത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ശക്തമായ കാറ്റിൻ്റെ രൂപത്തിൽ അവിടുന്ന് മാളിക മുറിയിൽ പ്രത്യക്ഷപ്പെട്ടു. സകല പ്രതിബന്ധങ്ങളെയും തകർത്തു മുന്നേറുന്ന കൊടുങ്കാറ്റ് പോലെ എല്ലാ അഴുക്കുകളും മാലിന്യങ്ങളും ഉരുക്കി ശുദ്ധീകരിക്കുന്ന ആത്മാവ് ശക്തിയായി, അഗ്നിയായി അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിൻ്റെ സ്നേഹം പ്രഘോഷിക്കാനുള്ള നാവുകളായും പ്രത്യക്ഷപ്പെട്ടു.
തീനാവുകളായി കൊടുങ്കാറ്റായി കടന്നു വന്ന അങ്ങ് ഞങ്ങളിലും പ്രവർത്തിക്കണമേ. ഞങ്ങളിലുള്ള ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിച്ച് ബന്ധനങ്ങൾ അകറ്റി അഴുക്കുകളെല്ലാം കഴുകി ഉരുക്കി ശുദ്ധീകരിക്കാൻ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. പരിശുദ്ധാത്മാവെ കടന്നു വന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ദാനങ്ങളാലും വരങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമിച്ച് ജീവിക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.